ഹായ് എസ്.എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആർക്കെങ്കിലും നിങ്ങളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ സൈനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അതായത് നമുക്കിപ്പോൾ ഒരാൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കുന്നതിന് ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അവരോട് നന്നായി പെരുമാറുക എന്നുള്ളത് കുറച്ച് കഷ്ടമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ആർക്കെങ്കിലും നിങ്ങളെ ഇഷ്ടമല്ല, ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായി ബിഹേവ് ചെയ്യാനായിട്ട് അവരെ തന്നെ ഫോഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതായത് എന്നെ ഇഷ്ടമല്ല ഇയാൾക്ക്, പക്ഷെ എന്തോ ഇയാൾ നന്നായിട്ട് പെരുമാറാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. ജെന്യൂൻ ആണെന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ടാവില്ല. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഉള്ളതുപോലെ അല്ലെങ്കിൽ എന്തോ ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്ത് നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. ദെൻ നമ്മുടെ രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ഇൻസൾട്ടോടുകൂടി കോംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മളോട് ഒരു കോംപ്ലിമെന്റ് പറയുന്നുണ്ടാവും, അതായത് ചെയ്ത കാര്യം നല്ലതാണെന്ന് പറയുന്നുണ്ടാവും, പക്ഷെ അതിൽ ഒരു ഇൻസൾട്ട് കൂടി കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. ഇത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു കാര്യമായിരിക്കും. അതായത് ആദ്യം നന്നായിട്ട് ഉള്ളൊരു കാര്യം പറയുന്നുണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ അതിനെ ഇൻസൾട്ട് ചെയ്തിട്ട് നമ്മളെ ചെറുതാക്കി കാണിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കൂടി അതിൻ്റെ കൂടുതൽ പറയണ്ടാവും എന്നുള്ളതാണ്. ചിലർ ചിലപ്പോൾ വളരെ തമാശയ്ക്കായിരിക്കും പറയണ്ടാവുക, ചിലർ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അങ്ങനെ കുറച്ച് കൂടുതൽ ആളുകളായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെ പറയുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞ ആ ഒരു നല്ല കാര്യത്തിന് അവിടെ പ്രസക്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇവരെപ്പോഴും ശ്രമിക്കുന്നുണ്ടാവുക നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ മാത്രമായിരിക്കും, പക്ഷേ അത് ഓപ്പണായിട്ട് പുറത്ത് കാണിക്കണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ആദ്യം അവർ നല്ല കാര്യം പറയുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ഇൻസൾട്ടോട് കൂടിയിട്ട് നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അവരെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ സൈൻ എടുക്കാം. അതായത് അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളതിന്റെ ഒരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളെ അവർ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അഥവാ അവർ നിങ്ങളെ തൊടുകയാണെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് തൊടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയിരിക്കുകയാണ്, അപ്പോൾ അവരുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ ഇപ്പം നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് കുറേ സീറ്റുകളുണ്ട്. അപ്പോൾ അവർ വന്നിരിക്കാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തിരിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അവരുടെ പെരുമാറ്റത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇരിക്കുക, എന്നിട്ട് ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പേഴ്സണെ നമ്മുടെ അടുത്ത് ഇരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അത് മറ്റൊന്നല്ല, അവർക്ക് നമ്മളുടെ അടുത്ത് ഇരിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഇരിക്കുമ്പോൾ നമ്മളെ ടച്ച് ചെയ്യണ്ടേ, ഇപ്പം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മൾ ആരുടെയും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണ്. അതായത് നമുക്ക് ഇരുന്ന് സംസാരിക്കാനും എല്ലാത്തിനും ഓക്കെ ആയിരിക്കും. നേരെ മറിച്ച് നമുക്ക് അധികം പരിചയമില്ലാത്ത അല്ലെങ്കിൽ അധികം അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു പേഴ്സൻ്റെ കൂടെ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സോ അത്തരത്തിലായിരിക്കും അവർ പെരുമാറുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇരിക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ തൊടാനായിട്ടൊക്കെ അവരൊരു ചെറിയൊരു ഇഷ്ടക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അഥവാ തൊടുകയാണെങ്കിൽ തന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് തൊടുന്ന പോലെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടക്കുറവ് ആ വ്യക്തിക്കുണ്ട്, അതുകൊണ്ടാണ് അവർ ഈ രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോർത്ത് പോയിന്റ്, നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് അവർ നിങ്ങളുമായിട്ടുള്ള ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല, അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ്. നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഐ കോണ്ടാക്ട് ആണ്. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾക്കിടയിലുള്ള, അതായത് നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് അവരും നമ്മളുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് കുറച്ചുകൂടി സ്ട്രോങ് ആവുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് പോവുള്ളൂ എന്നുള്ളതാണ്. അവർക്ക് നമ്മളോടുള്ള വിശ്വാസം കൂടാനൊക്കെ ആയിട്ട് ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോഴും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് പോലും നോക്കാൻ നമ്മൾ റെഡി ആവില്ല, നമ്മൾ വേറെ ഇങ്ങോട്ടെങ്കിലൊക്കെ നോക്കി സംസാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ ശരിക്കും നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ശരിയാണോ അല്ലേ എന്നുള്ളത്. സോ ഇത്തരത്തിൽ, അതായത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നേ ഇല്ല, നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കാതെയാണ് പേഴ്സൺ സംസാരിക്കുന്നത്, മറ്റെങ്ങോട്ടൊക്കെയോ നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ പറയുന്ന കാര്യം നിങ്ങളോട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അവർ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള മറ്റൊരു സൈനായിട്ട് എടുക്കാം. ദെൻ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു സിൻസിയർ സ്മൈൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഉണ്ടാക്കി ചിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ സിൻസിയർ ആയിട്ട് ചിരിക്കുന്ന ആളുകൾ ചിരിച്ചു കഴിയുമ്പോൾ അവരുടെ ഈ രണ്ട് ഭാഗത്തായിട്ട് ചെറിയൊരു ഇങ്ങനെ പാട് പോലെ കാണാനായിട്ട് പറ്റും. അതായത് ശരിക്കും അവർ ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഉണ്ടാക്കി ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തോ വരച്ച് വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ശരിക്കും ചിരിക്കണതല്ല, എന്നാൽ ചിരിക്കണം എന്നുള്ള രീതിയിൽ, ഇവരെ കണ്ടാൽ ചിരിക്കണമല്ലോ എന്നുള്ള ഒരു രീതിയിൽ ബുദ്ധിമുട്ടോടുകൂടി ചിരിക്കുന്നതാണെന്നുള്ളത് കണ്ടാൽ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്.
സോ ഈ രീതിയിൽ ഒരു ചിരിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ, അതായത് ആത്മാർത്ഥമായിട്ടൊന്നല്ല ചിരിക്കുന്നത്, വേണോ വേണ്ടേ അല്ലെങ്കിൽ ഒരു കടമ തീർക്കാനൊക്കെ വേണ്ടിയിട്ട് ചിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്കുള്ള മറ്റൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സന്റെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ആ ഡൗട്ടോട് കൂടിയിട്ട് തന്നെ അത് കണ്ടിട്ടുണ്ടാവുക. അതായത് ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും, അപ്പോൾ അവർക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ, അപ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത് എങ്ങനെ അറിയാനായിട്ട് കഴിയും എന്നൊരു ചെറിയ സംശയത്തോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓരോ പോയിന്റ്സും നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം ആ പേഴ്സന്റെ ബിഹേവിയറിൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള സമയമായിട്ടുണ്ട്. അതായത് ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളോട് സംസാരിക്കുന്നതോ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതോ നിങ്ങളെ നോക്കുന്നതോ ഒന്നും തന്നെ ആ വ്യക്തിക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയേക്കുക. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് മറ്റൊരുപാട് കാര്യങ്ങളുണ്ടാവും. സോ അതിന്റെ പുറകെ പോവുക, ആവശ്യമില്ലാത്തതിന്റെ പുറകെ പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.